ഈ വനിതാ സംവരണ ബിൽ അതിനപ്പുറത്തേക്ക് മണ്ഡല പുനർനിർണയ ബില്ലിനെ വലിയ ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ ഈ പാർലമെന്റിലേക്ക് വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമൊക്കെ പ്രചാരണത്തിനടക്കം പോയ ഒരാളാണ് സെയ്ഫ്. അപ്പോൾ ഈ രണ്ട് ബില്ലുകളുടെയും കാര്യത്തിൽ DMK അടക്കമുള്ള തമിഴ്നാട്ടിലെ കക്ഷികൾക്കൊക്കെ എത്ര കണ്ട് കൺസേൺ ഉണ്ട്, അത് പ്രചാരണ ഘട്ടത്തിലൊക്കെ എത്ര കണ്ട് ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ ഐക്യം ഇതിനെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു ഐക്യത്തിലേക്ക് വന്നാൽ അത് എളുപ്പമാകില്ല കേന്ദ്ര സർക്കാർ എന്നുള്ളൊരു കാര്യമാണ് റഷീദ് ഡൽഹിയിൽ നിന്ന് സൂചിപ്പിച്ചത്. ആ നിലയ്ക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ DMK അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പിന്റെ സ്വരം എത്ര ഉച്ചത്തിൽ മുടങ്ങുന്നുണ്ട് സെയ്ഫ്? DMKയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റാലിൻ തന്നെ മുന്നിൽ നിന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന രീതിയിലേക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, അത് ഇന്നലെ ആയാലും ഇന്നായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കുറച്ച് തീവ്രത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീക്കളിയാണ് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് MK സ്റ്റാലിൻ നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നാളെ എല്ലാ വീടുകളിലും DMKയുടെ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം കരിങ്കൊടി ഉയർത്തണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് ഒരു ആദ്യഘട്ട സൂചനയായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് DMK അടക്കമുള്ള പാർട്ടികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്ന ഒരു സ്വരം അത് MK സ്റ്റാലിൻ്റെതായി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതൊരു മുന്നറിയിപ്പായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുകയാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി അല്പസമയത്തിന് തന്നെ നാഗർകോവിലിൽ അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥയുണ്ട്. റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ 2 മണിക്കൂറോളം നേരം അദ്ദേഹം തമിഴ്നാട്ടിൽ ഉണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതീവ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് കൃത്യമായ ഒരു മുന്നറിയിപ്പായി തന്നെ മുന്നോട്ട് വെക്കുകയാണ്. സ്റ്റാലിൻ പറയുന്നതിനകത്തൊരു വസ്തുതയുണ്ട്. കാരണം ജനസംഖ്യാ നിയന്ത്രണം അത് ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇപ്പോൾ തമിഴ്നാടിന്റെ കാര്യമെടുത്താലും കേരളത്തിന്റെ കാര്യമെടുത്താലും എല്ലാം അത് ഫലപ്രദമായി നടപ്പാക്കിയതാണ്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളാണ് മിക്ക സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് മണ്ഡല പുനർനിർണയം വന്നു കഴിയുമ്പോൾ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം വന്നു കഴിയുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റ് കിട്ടും. അത് ജനസംഖ്യാ നിയന്ത്രണം അത് നടപ്പാക്കി ഫലപ്രദമായി നടപ്പാക്കിയ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പാർലമെന്റിൽ പ്രാതിനിധ്യം കിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആയി തന്നെ തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് കൂടുതൽ പ്രാധാന്യം വർദ്ധിച്ച് വരുന്നത്. ഇതൊരു ഏകസ്വരമായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആശങ്ക ഒരു പരിധിവരെയെങ്കിലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ മുൻനിരയിൽ താൻ ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം MK സ്റ്റാലിൻ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി 6 ദിവസമാണ് പരസ്യപ്രചരണത്തിന് തമിഴ്നാട്ടിൽ ബാക്കിയുള്ളത്. ഈ 6 ദിവസം കത്താൻ പോകുന്ന രാഷ്ട്രീയം മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഇതുവരെ AIADMK പറഞ്ഞുകൊണ്ടിരുന്നത് DMKയുമായി ബന്ധപ്പെട്ട അഴിമതികൾ മറ്റു കാര്യങ്ങളാണ്. DMK ആണെന്നുണ്ടെങ്കിൽ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേന്ദ്ര സർക്കാർ ഇവിടെ ഭരിക്കാൻ സമ്മതിക്കാതിരുന്നത്, ഗവർണറെ കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തൊട്ട് DMKയുടെ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. DMK ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളെ തമിഴ്നാടിന്റെ പൈതൃകം പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ, തമിഴ്നാട് ഇന്ത്യയുടെ മുഴുവൻ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇടപെട്ടിട്ടുള്ള സംസ്ഥാനമാണ്. അത് തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിന് പാർലമെന്റിൽ ഒരുപാട് സ്വരം ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്ന് രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രധാന വിഷയമായ തമിഴകത്ത് മാറുകയാണ്, ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാറുന്നു. അതിൽ ആർക്ക് മേൽക്കൈ എടുക്കാൻ പാകത്തിലുള്ള ഒരു സംഗതിയായി ഇത് മാറുന്നുണ്ട് സെയ്ഫ്. അവിടെ ഇതിപ്പോ സ്റ്റാലിൻ പറയുന്നതിനെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് ഒരു പാർട്ടി ഇതുവരെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോ വിജയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ഇന്ന് വിജയ് ചെന്നൈ ടൗണിൽ ചില മേഖലകളിൽ പര്യടനം നടത്തുന്നുണ്ട്. സേലത്താണ് ഇന്ന് സ്റ്റാലിന്റെ പര്യടനമെങ്കിൽ ചെന്നൈയിൽ 3 ടി നഗർ, അതുപോലെ തന്നെ 1000 ലൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ എഗ്മോർ എന്നീ മേഖലകളിലാണ് വിജയുടെ പര്യടനം ഉള്ളത്. വിജയുടെ പര്യടനത്തിൽ നമ്മൾ കാണുന്ന യുവാക്കളെയാണ്. അത് യുവാക്കൾക്ക് മുന്നിലേക്ക് ഈ വിജയ് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാട് പറയുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. AIADMKയും അതുപോലെ തന്നെ BJPയും അവർ രണ്ടും ഒരു സഖ്യത്തിൽ ചേർന്നാണ് മത്സരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കില്ല. പക്ഷേ ഈ
സ്റ്റാലിൻ പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയം, അതായത് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രാതിനിധ്യം കുറയ്ക്കാനുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന വാക്കിന് കുറച്ചുകൂടി സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് ആ പ്രചരണ രീതിയും അതിനോട് ജനങ്ങളോടുള്ള ഒരു പ്രതികരണവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. നാളത്തെ ഈ പരിപാടിയിലെ പങ്കാളിത്തം, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണ പരിപാടികളും പ്രതിഷേധങ്ങളും എങ്ങനെ DMK സംഘടിപ്പിക്കും എന്നുള്ളതെല്ലാം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സൈഫുദ്ദീൻ.